എടുത്താൽ വൂളൻ നൂലിനെ കൊണ്ട് മുത്തോ ബീഡ്സോ ഉപയോഗിക്കുക. ഓറഞ്ച് കറുപ്പ് നൂലും ഓറഞ്ച് കളറിലെ മുത്തോ ഉപയോഗിച്ചിട്ട് ഒരു ബാഗ് തയ്ച്ചെടുക്കുക. ഈ ബാഗ് ഇതേമാതിരി ഉണ്ടാകും കാണാനായിട്ട്. ഓറഞ്ച് മുത്തായതുകൊണ്ട് ഞാൻ ഹാൻഡിലിൻ്റെ 2 സൈഡിൽ ഓറഞ്ച് കളർ കൊടുത്ത് ഒരു ചെറിയൊരു സിംഗിൾ ബോർഡർ മാതിരി കൊടുത്തിട്ടാണ് ചെയ്തെടുത്തത്. കണ്ടോ? ഈ ഹാൻഡിലിന് കണ്ടു ഞാൻ ഇതേമാതിരി ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? കറുപ്പ് തന്നെ ഈ ഓറഞ്ച് മുത്തോണ്ടല്ലേ നമ്മൾ ഇവിടെ ഓറഞ്ച് മുത്തല്ലേ ഉപയോഗിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഇതായിട്ടൊരു ഞാനൊരു കറുപ്പ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു ഹാൻഡിലിന് ഒരു ഓറഞ്ച് ബോർഡർ കൊടുത്തു. പിന്നെ വലിയാതിരിക്കാൻ വേണ്ടിയിട്ട് കറുപ്പ് ഒരു ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ഹാൻഡിൽ. പിന്നെ ഈ ബാഗിൻ്റെ ഉള്ളിൽ ഞാൻ ഇതേമാതിരി ലൈനിങ് വെച്ച് ഇത് യൂണിഫോം ഷർട്ടിൻ്റെ പീസാണ്. അപ്പോൾ നല്ല തിക്കായിട്ട് നിൽക്കും. പിന്നെ ഉള്ളിൽ ഒരു പോക്കറ്റും ഉണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും സൂക്ഷിക്കാനോ ഒരു കാശൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. എന്താ കാരണം വെച്ചാൽ മിസ്സാവരുതല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതേമാതിരി വലിയൊരു പോക്കറ്റ് ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട്. നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ബാഗാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ സിബ് വെച്ചിട്ടുണ്ട്. ഈ ബാഗിന് ഇങ്ങനെ വെച്ചിട്ടാ ഇവിടെ കണ്ടോ? ഈ ബാഗ് വെച്ച് തയ്ച്ചെടുത്ത് ഇതേമാതിരി സിബ് വെച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ അതേമാതിരി ഉണ്ട്. കൈകൊണ്ട് ഞാൻ ഇവിടെ അങ്ങനെ തുണി വെച്ച് തയ്ച്ചെടുത്തത്. ഹാൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയും ഉള്ളിലേക്ക് നല്ല ഗ്യാപ്പുണ്ട്. കണ്ട് കുറേ സാധനങ്ങൾ ചെറിയ ഒരു ദിവസത്തെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ബാഗ് ഉപയോഗിച്ച് കൊണ്ടുപോകാം. അങ്ങനത്തെ വിധത്തിലുള്ള ബാഗാണ്. അപ്പോൾ ഈ ബാഗ് എങ്ങനെയാണ് തയ്ക്കുക, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ നോക്കുന്നത് അങ്ങനൊരു ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കറുപ്പ് നൂലാണ് ഉപയോഗിച്ചത്. കറുപ്പ് നൂലും അത് അതേമാതിരിയുള്ള മുത്തും ഓറഞ്ച് ചെറിയ മുത്തുകൾ ഈ മുത്തുകൾ ഉപയോഗിച്ചിട്ടൊരു ബാഗ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആദ്യം എന്തുണ്ടാക്കുകയാണെങ്കിൽ ആദ്യം ചെയിൻ ഇടണം. ഒരു ചെയിൻ ഇട്ട് വയ്ക്കുക ആദ്യം. കുറച്ച് ഒരു ബാഗിന് നമ്മൾ ആവശ്യത്തിന് ചെറിയൊരു ബാഗായിട്ടുള്ള ഉപയോഗിക്കുന്നതിനൊരു ഇത്ര നീളത്തിലും ചെയിൻ വേണം. നമ്മളെ മനസ്സിലൊരു ബാഗിൻ്റെ ഒരു കണക്കുണ്ടാവുമല്ലോ, ആ കണക്കിനനുസരിച്ചുള്ള ചെയിൻ ഇട്ട് വയ്ക്കുക. ഞാനൊരു നല്ല ചെറുതുമല്ല ഒരു ഇതായിട്ടുള്ള ബാഗ് ഉണ്ടാക്കാൻ പോകും. അതിനുണ്ട് അത്രയും ചെയിൻ ഇട്ട് വയ്ക്കുക. അത്ര ചെയിൻ ഉണ്ട് എന്നുള്ളതാണ് ചെയിൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത്. അറുപത്തഞ്ച് ചെയിൻ ഇട്ടുണ്ട്. ഇത്ര നീളത്തിലായിട്ട് ഉദ്ദേശിച്ചത് ഈ നീളത്തിലുള്ള ബാഗാണ്. അപ്പോൾ 65 ചെയിൻ കഴിഞ്ഞാൽ 3 ഡബിൾ ക്രോഷ്യ വീണ്ടും ചെയ്യാം. അപ്പോൾ ഓരോന്നിൻ്റെ മുകളിൽ നിന്ന് 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. 4-മത്തേൻ്റെ മുകളിൽ നിന്ന് ഇത് ചെയ്യുക 2 ഡബിൾ ക്രോഷ്യയിലൂടെ ഇത് ഓരോന്നിൻ്റെ മുകളിൽ നിന്ന് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് വേണ്ടത്. ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഓരോ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇത് ഈ അറ്റം വരെ ചെയ്തെടുക്കണം. ഈ അറ്റം വരെ ചെയ്തെടുക്കുക ഓരോ ഡബിൾ ക്രോഷ്യ വീതം.
അതേമാതിരി ഞാനൊരു ഫുള്ളായിട്ട് ഒരു ലൈൻ ചെയ്തെടുത്തിട്ട് നീളത്തിൽ ഇനി അടുത്ത തിരിച്ചിട്ട് ഒരു ലൈനും കൂടെ അതേമാതിരി തന്നെ ചെയ്ത് ഒറ്റ ലൈൻ നീട്ടി കണ്ടു ഒരു ലൈനും കൂടെ അതേമാതിരി തിരിച്ച് ചെയ്തെടുക്കുക. 3 ചെയിന് ഒരു ഡബിൾ ക്രോഷ്യ ആവുന്നത്, പിന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, ഇതേമാതിരി തന്നെ ചെയ്തെടുക്കുക. ഒരു ലൈന് ഫുള്ളായിട്ട് ഇതേമാതിരി തന്നെ ചെയ്ത് ഇതുവഴി അറ്റം വരെ ചെയ്തെടുക്കുക. അതേമാതിരി രണ്ടാമത്തെ ലൈന് ഞാൻ തയ്ച്ചെടുത്തു. ഇനി ഒരു ലൈനും കൂടെ തയ്ച്ചത് വരെ കൊണ്ടുവരണം. ഒരു ഡബിൾ ക്രോഷ്യയിൽ തന്നെ തയ്ച്ചെടുക്കുന്നത്. മൂന്നാമത്തെ ലൈനാണ് ഇത്. ഇതാ കൊണ്ട് മൂന്നാമത്തെ ലൈനാണ് നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അതേമാതിരി ഞാൻ 3 ലൈൻ തയ്ച്ചെടുത്തു. 3 ലൈൻ തയ്ച്ചെടുത്ത് ഈ കോർണറിൽ എത്തുന്ന സമയത്ത് ഡബിളിൽ നിന്ന് അങ്ങോട്ട് തിരിച്ച് കൊണ്ടുപോകണം. ഇവിടെ അങ്ങനെ എടുത്ത് ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഒരു ബാഗിൻ്റെ രൂപത്തിൽ വരണ്ടേ. അങ്ങനെ വളഞ്ഞ് വരും. വരുത്തിന് ഇത് കഴിഞ്ഞിട്ട് ഈ ചെയിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ ചെയിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഇതേമാതിരി ചെയ്തെടുക്കുക. അപ്പോൾ അതേമാതിരി ഇവിടെ അങ്ങനെ ഇതായിട്ട് വരും. ഈ പോക്കറ്റ് മണി ഈ അറ്റം വരെ ഇതേമാതിരി ചെയ്തെടുക്കുക. ഇവിടെ ഇതേമാതിരി ചെയ്ത് ഇവിടെ ഇത്തിരി കാണിച്ചു തരാം. ഇവിടെ അങ്ങനെ ഇതായി വന്നു. അതേമാതിരി ഇവിടെ എത്തിക്കണ്ട. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് ഇതേമാതിരി അടുത്തതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കുക. വളഞ്ഞ് കിട്ടണം, നല്ലൊരു ബാഗിൻ്റെ ഒരു ഷേപ്പിലായിട്ട് റൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ അതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുത്താൽ അപ്പോൾ അതേമാതിരി റൗണ്ടിലായിട്ട് കിട്ടിയില്ലേ. ഇനി അടുത്ത് ചെയ്യുന്നത് അടുത്ത അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 3 ചെയിനിടുക. ആ ചെയിനിടുമ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ആവുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ അതേ ഷേപ്പ് വരും. അപ്പോൾ അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തത് വരെ ഡബിൾ ക്രോഷ്യ ചെയ്ത് അപ്പോൾ 2 ഇതാവും അങ്ങനെ വരും. ബാഗിൻ്റെ ഒരു ഇത് കണ്ട 2 ചെയ്തെടുക്കുക ഫുള്ളായി. അതേമാതിരി ആയി കണ്ട് ഒരു ബാഗിൻ്റെ ഒരു ഇത് വന്നില്ല. ഇപ്പോൾ ഇതേമാതിരി ഇപ്പോൾ കോർണറിലൊക്കെ ഇതേമാതിരി ചെയ്തു. അത് കണ്ട ഇതേമാതിരി വന്നു. ഇനി നമുക്കൊരു കാര്യം ചെയ്യും. ഇതിൻ്റെ അകത്തൊരു ഈ ഓറഞ്ച് മുത്തുണ്ടല്ലോ, ഓറഞ്ച് മുത്ത് എടുത്തിട്ട് ഈ നൂലിൻ്റെ മുകളിൽ കറുപ്പ് നൂലിൻ്റെ മുകളിൽ പുറത്ത് വയ്ക്കാം. പുറത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. അതേമാതിരി ഞാൻ ഇതിൻ്റെ മുകളിൽ ഈ ഓറഞ്ച് മുത്ത് നൂലിൻ്റെ മുകളിൽ പുറത്ത് വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ അടുത്തൊരു മുത്തെടുക്കുക. ഇത് കൊണ്ട് ഒരു മുത്തെടുക്കുക. ഇതുപോലെ ഇതേമാതിരി ഞാൻ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ ഇതേമാതിരി ഉണ്ടാവും. കണ്ടോ ഇനി അടുത്ത് എങ്ങനെ ചെയ്യുക വെച്ചാൽ ഒരു മുത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, കൊണ്ടെടുത്ത് എന്നിട്ട് ഒരു സിംഗിൾ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് മാതിരി
അങ്ങനെ എടുക്കുക. ഇതിൻ്റെ കൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. എന്നിട്ട് ഈ മുത്തിൻ്റെ ഇതെടുത്തിട്ട് അങ്ങനെ ചുറ്റിയിട്ട് അങ്ങനെ എടുക്കുക. എല്ലാം കൂടെ എടുക്കണം, എല്ലാം 3 നൂലും കൂടെ എടുക്കുക. എന്നിട്ട് ഇതേമാതിരി എടുത്തിട്ട് ഡബിൾ ക്രോഷേ ചെയ്തിട്ട് ഉണ്ടോ. അപ്പോൾ ഇതവളെ അങ്ങനെ ഇതേമാതിരി വന്നു. ഒന്നും കൂടെ ചെയ്യുന്ന ഞാൻ കാണിച്ചു തരുന്നത്. ഒരു മുത്തെടുക്കുക. എടുത്തിട്ട് ഈ മുത്ത് നടുക്കിൽ വരത്ത് 2 പ്രാവശ്യം ചുറ്റണേ, 2 പ്രാവശ്യം ചുറ്റിയെടുക്കണം. എല്ലാം കൂടെ ഇതിനുള്ള കൂടെ എടുക്കുക. ഇതുപോലെ ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുന്നുണ്ട്. ഈ മാതിരി വരിക. ഒന്നും കൂടെ 2 പ്രാവശ്യം കൂടെ ചെയ്ത് കാണിച്ചു തരാം. ഇതും കൂടെ വലിച്ചു വയ്ക്കണം, ഒന്നും കൂടി വേണമല്ലോ കുറച്ച്, അതേ ശരിയാവുക. ഒരു മുത്തെടുത്തിട്ട് ഇവിടെ അങ്ങനെ ഇതിനുള്ളിൽ കൂടെ എടുക്കുക. ഒരു ഡബിൾ ക്രോഷേൻ്റെ അടിച്ചിട്ട് ഇതിങ്ങനെ എടുക്കുക. അങ്ങനെ എടുത്ത് ഈ മുത്ത് ഏകദേശം നടുക്കിൽ വരത്തക്ക വിധത്തിൽ 2 ചുറ്റി ചുറ്റണം. ഇതായി 2 ചുറ്റി ചുറ്റിയിട്ട് ഈ ഇതിങ്ങനെ ഇതിനുള്ളിൽ കൂടെ എടുക്കുക. ഉണ്ടോ, അങ്ങനെ വന്നിട്ട് ഡബിൾ ക്രോഷേ ചെയ്യുന്ന മാതിരി തന്നെ 2 എണ്ണം ഒന്നാക്കുക, 1 2 എണ്ണം ആക്കുക. ഇതേമാതിരിയാണ്. ഇനി ഒന്നും കൂടെ ചെയ്ത് കാണിച്ചത്. ഈ സ്റ്റിച്ച് ഞാൻ ആദ്യം വേറെ ഇതിൽ ചെയ്തെടുത്തതാണ്. ഇതിപ്പോൾ മുത്ത് വെച്ചിട്ട് ചെയ്യുന്നു എന്നുള്ള വ്യത്യാസമില്ല. അതേമാതിരി ഇവിടെ അങ്ങനെ തൂങ്ങി വരുന്നുണ്ട്. ടേസ് മാതിരി അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഒരു പ്രാവശ്യം ചെയ്തെടുക്കുക. എത്ര മുത്ത് വേണ്ടി വരും അറിയില്ല, നോക്കിയിട്ട് ഇതേമാതിരി ചെയ്തെടുക്കുക. ഇതേമാതിരി മുത്ത് വെച്ചിട്ട് ഞാൻ ഒരു ലൈന് ഫുള്ളായിട്ട് തയ്ച്ചെടുത്തുകൊണ്ട് ഈ ഭാഗത്ത് ഇതേപടി കോർണറിലൊക്കെ ഇതേമാതിരി ഇതുവരെ ഒരു റൗണ്ട് ഫുള്ളായിട്ട് തയ്ച്ചെടുത്ത് ഇനി അടുത്ത റൗണ്ട് ചെയ്യുന്നത്. അടുത്ത റൗണ്ട് എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ ഡബിൾ ക്രോഷേ ചെയ്യല. ഇതുവരെ തയ്ച്ചെടുത്തതാണ്, വരെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ലൈന് ഫുള്ളായിട്ട് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഇവിടെ വരെ തയ്ച്ച് കൊണ്ടുവന്നു ഞാൻ. ഇനി അത് കഴിഞ്ഞിട്ട് ഡബിൾ ക്രോഷേ 3 ചെയിനുണ്ട്. 3 ചെയിനിട്ട് കഴിഞ്ഞാൽ ഒരു ഡബിൾ ക്രോഷേ ഇല്ല. അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഒരു ഗ്യാപ്പ് വിട്ടു ഇവിടെ. ഓരോ ചെയിൻ്റെ മുകളിൽ നിന്നും ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്തെടുക്കുക. അങ്ങനെ വരും. അങ്ങനെ വന്നിട്ട് അപ്പോൾ ഇവിടെ ഈ കാണുന്ന സമയത്ത് ഇവിടെ ഇതേമാതിരി വരും. 2 ഡബിൾ ക്രോഷേൻ്റെ ഇത് വരും. ഒരു ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്തെടുത്തത്, ഒരു ഡബിൾ ക്രോഷേ അവിടെ ചെയ്ത് ഇങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തിട്ട് ഇതുവരെ കൊണ്ടുവരണം.
അങ്ങനെ റൗണ്ട് അങ്ങനെ വെറും സിംഗിളായിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതാ ഒരു റൗണ്ട് ഫുള്ളായിട്ട് ഞാൻ ഇതാ ഡബിൾ ക്രോഷ്യയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് പിന്നെ അടുത്ത റൗണ്ട് ഇത് വെച്ചിട്ട് ചെയ്യണം. അതുപോലെ 2-3 ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മുത്ത് വെച്ചിട്ട് ചെയ്തെടുക്കുക. ഒരു ഡബിൾ ക്രോഷ്യയിൽ ഒരു റൗണ്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത നൂല് വെച്ചിട്ട് ചെയ്തെടുക്കുക. അങ്ങനെ വേണം ചെയ്യാൻ. അതേമാതിരി ആദ്യം ചെയ്ത മാതിരി തന്നെ മുത്ത് വെച്ചിട്ട് ചെയ്തെടുക്കുക. ചുറ്റണായിരുന്നു. ഇങ്ങനെ ചെയ്തെടുക്കുക. ഇതേമാതിരി തന്നെ ആദ്യം ചെയ്ത മാതിരി തന്നെ വ്യത്യാസമൊന്നുമില്ല. ഇതേമാതിരി തന്നെ ചെയ്ത് അങ്ങനെ ഇതേമാതിരി വരും. അപ്പോൾ ഈ രണ്ടാമത്തെ ലൈൻ ഇതൊരു ലൈന് കഴിഞ്ഞില്ലേ, രണ്ടാമത്തെ. ഇനി ഇത് ഈ റൗണ്ട് ഇതേമാതിരി ഫുള്ളായിട്ട് ചെയ്തെടുക്കണം ഇതേ മുത്ത് വെച്ചിട്ട്. ഞാൻ ഈ ബാഗ് തയ്ച്ചെടുത്തത് വരെ പകുതിയോളം തയ്ച്ചെടുത്തുകൊണ്ട് അതിപ്പോൾ അതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഇതിപ്പോൾ 7 ലൈന് ഞാൻ തയ്ച്ചെടുത്തു. ഇനി ഒരു 7 ലൈനും കൂടെ തയ്ച്ചാൽ ഈ ബാഗ് ബാക്കി തയ്ച്ചിട്ട് കാണിച്ചു തരാം. അതേമാതിരി ഇത്രയും വലിപ്പത്തിൽ ഒരു ബാഗിൻ്റെ അതേ വലിപ്പത്തിൽ ഞാൻ തയ്ച്ചെടുത്തുണ്ട്. ഇനി അതിന് വേണ്ട രണ്ട് സൈഡ് ഒരേ മാതിരി ഉണ്ടാവും കാണാനായിട്ട്. സൈഡ് ഇത് അതേമാതിരി രണ്ട് സൈഡ് ഒരേ മാതിരിയാണ് തയ്ച്ചെടുത്ത്. വളരെ താഴെ വശം. അത് അതേമാതിരി തയ്ച്ചെടുത്തത് വരെ വന്നു. അപ്പം ഇനിയിപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ കണ്ടോ ഇതുവരെയാണ് ഇങ്ങനെയാണ് വരുന്നത്. കറുപ്പ് കളറായതുകൊണ്ട് ഇനി ഇവിടെ ഒരു ഇതേ ഇതുള്ളത് ചുറ്റിയെടുത്തതിൻ്റെ ഇതിലുള്ളത്. അപ്പോൾ 3 ലൈന് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. എന്നാലും നമുക്ക് ഹാൻഡിലും അതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം ഒരു കാര്യം ചെയ്യുക, ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇവിടെ അങ്ങനെ ഇതാകണ്ടോ ഇവിടെ ഇതുണ്ടല്ലോ, ഇവിടെ അപ്പം ഈ നെറ്റ് മാതിരി ചെയ്തെടുത്ത് ഇനി അടുത്തതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഓരോ ചെയിൻ നമ്മളിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഇതാ ഈ ചെയിനിൻ്റെ മുകളിൽ നിന്ന് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഈ ചെയിനുകളുള്ള വെള്ള കറുപ്പായതുകൊണ്ട് കാണാൻ കുറച്ച് പ്രയാസമുണ്ട്.
ഇങ്ങനെ ഓരോ ചെയിൻ്റെ മുകളിൽ നിന്ന് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തിട്ട് ഇതുവരെ. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് കണ്ട് ഇവിടെ കണ്ട് വ്യത്യാസം കണ്ട് 2 വീതിയിൽ കൂടി വന്ന് കണ്ടത്. അതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്ത് കൊണ്ടാണ് ഇതേമാതിരി ഇവിടെ ഞാനിത് 4 ലൈന് തയ്ച്ചെടുത്ത് കണ്ടു. അപ്പോൾ ഒരു ബോർഡർ മാതിരി ഇവിടെ വന്നു കറുപ്പ് കളർ ഡബിൾ ക്രോഷ്യേയിലാണ് ചെയ്തെടുത്തത്. ഇതിൻ്റെ ബാഗിൻ്റെ ഉൾവശം അതേമാതിരി ഉണ്ടാവും. ഇനി നമുക്ക് ഇതിനൊരു ഹാൻഡിൽ വെക്കണം. ഉള്ളിൽ ലൈനിങ് വെച്ച് ഇപ്പോൾ തയ്ച്ചെടുത്താൽ ഇത് ബാഗ് കംപ്ലീറ്റ് ആവും. ഈ ബാഗ് ഇത് എങ്ങനെ ഉണ്ടാവും കാണാൻ വേണ്ടി മുത്ത് വെച്ചിട്ട് ചെയ്ത് നമുക്ക് ലൈനിങ്ങും ഹാൻഡിലും വെച്ച് തയ്ക്കാം. ഈ ബാഗിൻ്റെ വർക്ക് ഇത് അവിടെ കഴിഞ്ഞ് ഈ വർക്ക് ബാഗ് കാണാൻ അതേമാതിരി ഉണ്ട്.